അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ദുൽഹിജ്ജ മാസത്തിന്റെ അവസാന വെള്ളിയാഴ്ചയാണ് എല്ലാവരും ഉള്ളത് അല്ലേ? ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച അള്ളാഹുവിലേക്ക് ഒരുപാട് ഇബാദത്ത് മുന്നേറാൻ കഴിയുന്ന അത്ഭുതത്തിന്റെ ഒരു നിമിഷമാണെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധവും പരിപാവനവുമായ വെള്ളിയാഴ്ച രാവിൽ മരിക്കുവാനോ ആ വെള്ളിയാഴ്ച പകൽ മരിക്കുവാനോ അള്ളാഹു നമുക്ക് എല്ലാവർക്കും വലിയ തൗഫീഖ് അല്ലാഹ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്നുള്ളത് ഹജ്ജിന് പോവുക എന്നുള്ളതാണ് അല്ലേ? ഈ പ്രാവശ്യം ഹജ്ജിന് പോയ പലരുണ്ട്. അവർക്ക് അള്ളാഹു കൊടുത്തു ഈ ഒരു സൗഭാഗ്യം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് പടച്ചവനെ ഒന്ന് ഹജ്ജിന് പോകാൻ എന്തെങ്കിലും പ്രതിഫലം ഹജ്ജിന് പോകാൻ കഴിഞ്ഞെങ്കിൽ, അടുത്ത വർഷമെങ്കിലും ഹജ്ജിന് പോകാൻ ഭാഗ്യം കഴിഞ്ഞെങ്കിലെന്ന് നമ്മൾ പലപ്പോഴും കൊതിച്ചു പോകാറുണ്ട് അല്ലേ? എന്നാൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പരിശുദ്ധവും പരിപാവനവുമായ ഒരു സ്വലാത്ത്. ആ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ, ഒരു വട്ടം ചൊല്ലിയാൽ അവന് ഒരു ഹജ്ജിന്റെ കൂലിയുണ്ടെന്ന് മഹാരഥന്മാർ. അതുമാത്രമല്ല, ഇതിങ്ങനെ പതിവാക്കുന്നവർക്ക് ഹജ്ജിന് പോകാനുള്ള ഒരു വലിയ തൗഫീഖ് അല്ലാഹ് നസീബാക്കുമെന്ന് അനുഭവങ്ങളിലൂടെ മഹാരഥന്മാരാകുന്ന ഖുതുബുൽ ആലം ഷെയ്ഖ് ജലാലുല്ലാഹുൽ ബുഖാരി എന്ന് പറയുന്ന മഹാനുഭാവൻ നമുക്ക് എഴുതി വെക്കുന്നുണ്ട്. മഹാന്റെ ജീവിത അനുഭവം വെച്ച് പറയാൻ, സ്വപ്നത്തിലൂടെ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതത്തിന്റെ സ്വലാത്ത്. നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സ്വപ്നം ഹജ്ജല്ലേ, ഉംറ ചെയ്യലല്ലേ, മദീന, മക്ക. ഇങ്ങനെ ഓർമ്മ വെച്ച നാളെ മുതൽ കേട്ടു തുടങ്ങുന്ന ആ നാടാണ്. ആ നാട്ടിലേക്കൊന്ന് പോയി കാണുക. ആ ദുൽഹിജ്ജ മാസത്തിൽ ഇതുപോലെ ഒരു ദുൽഹിജ്ജയുടെ വെള്ളിയാഴ്ചയിൽ പകലാകട്ടെ രാവിലാകട്ടെ മാസത്തിലാകട്ടെ ആ മണ്ണിലൊന്ന് പോകാൻ കഴിയുക എത്ര വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. പ്രിയമുള്ളവരെ, ഒരു തവണ ചൊല്ലിയാൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലം മാത്രമല്ല എഴുതി ചുമക്കുന്നതിന് പോലും വലിയ മഹത്വമുണ്ടെന്ന് മഹാരഥന്മാർ. എഴുതി ചുമക്കുന്നതിന് പോലും വലിയ മഹത്വമുണ്ട്. ഒരാൾ ഈ സ്വലാത്ത് എഴുതി ചുമന്നാൽ ഇരു ലോകത്തെയും പ്രയാസങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും അള്ളാഹു അവനെ രക്ഷിക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാൻ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ സ്വലാത്ത് നമ്മൾ പഠിക്കണം. നമ്മൾ ഓരോ വെള്ളിയാഴ്ചയും ഓരോ പുതിയ സ്വലാത്തുകൾ, നമുക്ക് അറിവില്ലാത്ത സ്വലാത്തുകൾ, പുതിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അറിവില്ലാത്ത സ്വലാത്ത് നമ്മൾ പഠിക്കുകയാണ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ മജ്‌ലിസിലൂടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെ കേൾക്കുന്ന എല്ലാ അറിവുകളും നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, അമൽ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഏതാണ് ആ സ്വലാത്ത്? മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതാണ് സ്ക്രീനിൽ കാണുന്നത്. എഴുതിയെടുത്ത് പഠിച്ചോളി. ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ മുഹമ്മദുൽ അറബി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ മുഹമ്മദുൽ ഖുറൈശി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ മുഹമ്മദുൽ മക്കി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ മുഹമ്മദുൻ നബിയുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ മുഹമ്മദുൻ ഹബീബുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ മുഹമ്മദു ജദ്ദുൽ ഹസൻ വൽ ഹുസൈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ മുഹമ്മദുൻ അബാ ഫാത്തിമത്തു സഹ്റാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ മിൻബരി വൽ മിഅറാജി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി കേട്ടോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ മുഹമ്മദുൽ അറബി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ മുഹമ്മദുൽ ഖുറൈശി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ മുഹമ്മദുൽ മക്കി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ മുഹമ്മദുൻ നബിയുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ മുഹമ്മദു ഹബീബുല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ മുഹമ്മദു ജദ്ദുൽ ഹസൻ വൽ ഹുസൈൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ മുഹമ്മദുൻ അബാ ഫാത്തിമത്തു സഹ്റാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സ്വാഹിബൽ മിൻബർ വൽ മിഅറാജ് സയ്യിദുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് ഒരു വട്ടം ചൊല്ലിയാൽ പരിശുദ്ധമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. എല്ലാ ദിവസവും പറഞ്ഞു പോകേണ്ടതാണ്. നമ്മൾ ഗുഹ്യരോമങ്ങൾക്ക്, അക്ഷരോമങ്ങളൊക്കെ നീക്കുക, നഖം വെട്ടുക അല്ലേ, ശരീരമൊക്കെ നജസ്സെന്ന് ശുദ്ധിയാവുക. ജുമാഅയുടെ നിയ്യത്ത് വെച്ച് കുളിക്കണം. നേരത്തെ കുളിക്കണം. ജുമാഅയുടെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു നിയ്യത്ത് വെക്കുക. എന്നിട്ട് ഉമ്മമാരെ നിങ്ങൾ നിയ്യത്ത് വെക്കുക, കുളിക്കുക. നേരത്തെ പുരുഷന്മാർ പള്ളിയിൽ പോവുക. ഉമ്മമാർ
നേരത്തെ മുസല്ലയിലേക്ക് വരിക. ബാങ്ക് വിളിച്ച ഉടനെ നിങ്ങൾ നിസ്കരിക്കുക. പ്രസംഗം കഴിയട്ടെ, ഖുതുബ കഴിയട്ടെ, നിങ്ങൾക്കതൊന്നുമില്ല, നിങ്ങൾ വേഗം നിസ്കരിച്ചേക്കും. എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന ഖുതുബയൊക്കെ ഒന്ന് കേൾക്കുക. അത് വലിയ സന്തോഷമാണ്. പുരുഷന്മാർ നേരത്തെ പള്ളിയിൽ ചെല്ലുക, പ്രസംഗങ്ങളെ കേൾക്കുക, ഖുതുബ കേൾക്കുക, ദുആ രക്കുക. സൂറത്തുൽ കഹ്ഫ് നിർബന്ധമായി നമ്മൾ പാരായണം ചെയ്തിരിക്കണം. സൂറത്തുൽ കഹ്ഫും സൂറത്തുൽ യാസീനും നമ്മൾ ഇന്ന് പാരായണം ചെയ്തിരിക്കണം. അതോടൊപ്പം പ്രിയമുള്ളവരെ സ്വലാത്ത് അധികരിപ്പിക്കണം. എത്ര സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ അത്രയും സ്വലാത്ത് നമ്മൾ ചൊല്ലിയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ പുരുഷന്മാരെ ഖബർ സിയാറത്ത് ചെയ്യുക. എന്തെങ്കിലും എല്ലാവരും 1 രൂപയെങ്കിലും സ്വതക്ക. ഇന്നത്തെ ദുൽഹിജ്ജയുടെ അവസാന വെള്ളിയാഴ്ചയല്ലേ, 1 രൂപ സ്വതക്ക. നമ്മളെ വാട്സപ്പ് തുറന്നാൽ ഒരേ ഗൂഗിൾ പേ നമ്പറുകൾ കാണും അല്ലേ. കുറെ രോഗികൾക്ക് അതൊക്കെ ഒരു 10 രൂപ അല്ലെങ്കിൽ 100 രൂപ 50 രൂപ എത്രയാണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് അത് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് സ്വതക്ക കൊടുക്കുക. അവസാന ദുൽഹിജ്ജയുടെ വെള്ളിയാഴ്ചയല്ലേ, അതോടൊപ്പം കുടുംബബന്ധം ചേർക്കുക. ഇതൊക്കെ ചെയ്യുക. അതോടൊപ്പം പ്രിയമുള്ളവരെ അസ്ർ നമസ്കാരം കഴിഞ്ഞ് 80 വട്ടം ഈ ദുആ ചൊല്ലിയാൽ, ഈ സ്വലാത്ത് ചൊല്ലിയാൽ 80 വർഷത്തെ പാപം പൊറുക്കുമെന്നാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഏതാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലിം തസ്ലീമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലിം തസ്ലീമ. 80 വർഷത്തെ പാപം. അതോടൊപ്പം ഈ പറയുന്ന ബൈത്ത് 4 വരി ബൈത്താണ്. വെള്ളിയാഴ്ച മാത്രമായി ഒതുങ്ങണ്ട, എപ്പോഴും ചൊല്ലാം. തൗബയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി. ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദൻബിൽ അലീമി. 4 വരി ബൈത്ത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇത് എപ്പോഴും ചൊല്ലാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. നമ്മളൊക്കെ ദ്വാരക്കണം. ഈ പറയുന്ന ദ്വാകളും സ്വലാത്തുകളൊക്കെ എഴുതി വെച്ച് പഠിക്കുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുപോലെ വെള്ളിയാഴ്ച രാവിലെ പകലോ മരിക്കാൻ അള്ളാഹു വലിയ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ തൃപ്തിയോടെ അള്ളാഹിന്റെ പൊരുത്തത്തോടെ ജീവിച്ച് മരിക്കാൻ വലിയ തൗഫീഖ് അള്ളാഹു നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം. ഇൻഷാ അള്ളാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം ബദറുൻ തീരം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.